അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മായിൻ അമ്മാബാദ്. പീസ് റേഡിയോ അൽ ഇജാബയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. സോഷ്യൽ മീഡിയ വഴി അൽ ഇജാബ കാണുന്നവർക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഇസ്ലാമികരമായിട്ടുള്ള ഏത് സംശയങ്ങളുമാകട്ടെ അത് പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഉസ്താദുമാർ അതിന് പ്രമാണബദ്ധമായി നിങ്ങൾക്ക് മറുപടി തരുന്നതാകും. അത് സംപ്രേഷണം ചെയ്യുന്ന സമയവും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കുമെന്ന് ആമുഖത്തിൽ അറിയിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ അൽ ഇജാബയിൽ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനി ഉസ്താദായ ഹംസ മദീനിയാണ്. ഉസ്താദിനെ അൽ ഇജാബയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, കുറേ ചോദ്യങ്ങൾ ഫീഡ്ബാക്ക് വഴി വന്നതുണ്ട്. മാഷാ അല്ലാ. ഇൻഷാ അല്ലാ ഇന്ന് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമെന്ന് മാഷാ കരുതുന്നു. അല്ലാ. ആദ്യത്തെ ചോദ്യം നീയത്തുമായി ബന്ധപ്പെട്ട സംശയമാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. ഫാറ്റി ലിവർ ഉള്ള ഒരാൾ അതിൻ്റെ ശമനത്തിനു വേണ്ടി നോമ്പ് നോറ്റാൽ അത് ശരിയാവുകയില്ല, കാരണം നീയത്ത് നോമ്പ് എന്നതല്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജറിന് ശേഷം ആയിഷ ബീവിയുടെ അടുക്കൽ വന്ന് ഇന്നേക്ക് ഭക്ഷണം വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് കാര്യമായി ഭക്ഷണമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായിരുന്നു, ഇന്ന് എനിക്ക് നോമ്പാണെന്ന്. അപ്പോൾ ഇവിടെ നീയത്ത് ഭക്ഷണമില്ലാത്തത് കൊണ്ട് നോമ്പ് എന്നല്ലേ വരിക? സാധാരണയായുള്ള നീയത്ത് നോമ്പ് നോക്കുമ്പോൾ നമ്മൾ മുൻകൂട്ടി തന്നെ തയ്യാറാവേണ്ടതുണ്ടോ? ഇവിടെ കാലത്ത് ഫജറിന് ശേഷമാണ് ഭക്ഷണമില്ലാത്തത് കൊണ്ട് നോമ്പിന് തയ്യാറായത്. ഇതൊന്ന് വിശദീകരിക്കാമോ എന്നുള്ളതാണ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ. അപ്പോൾ ചോദ്യകർത്താവ് ഒരു സംശയമുണ്ടായിട്ട് ചോദിച്ചതാണ്. അഥവാ ഒരു ഫാറ്റി ലിവറുള്ള ഒരാൾ നോമ്പ് നോറ്റാൽ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറേ പരിഹരിക്കും എന്ന ഒരു ഉദ്ദേശം നോമ്പ് നോൽക്കുമ്പോൾ തന്നെ, സുന്നത്ത് നോമ്പ് നോൽക്കുമ്പോൾ തന്നെ അങ്ങനൊരു ഉദ്ദേശം കൂടി ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ നോമ്പ് ശരിയാകുമോ ഇല്ലേ എന്നതാണ്. അപ്പോൾ നോമ്പിന് നിയ്യത്ത് വളരെ പ്രധാനമാണല്ലോ. ഏത് ഇബാദത്തുകൾക്കും നിയ്യത്ത് ഏറ്റവും പ്രധാനമാണ്. മാത്രമല്ല, ഒരു ഇബാദത്തിൻ്റെ കൂടെ നമുക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ലക്ഷ്യം വെച്ചാൽ ഒരു പക്ഷേ അത് ആ ഇബാദത്തിനെ തന്നെ നശിപ്പിച്ച് കളയുന്നതായി മാറുമോ ഇല്ലേ എന്ന ഒരു പ്രശ്നം ഇവിടെയുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്വതക്ക നൽകുന്ന സമയത്ത് എൻ്റെ സ്വതക്ക വീടും വേണം, ഞാനൊരു സ്വതക്ക നൽകുന്ന ആളാണെന്നുള്ള നാലാൾ അറിയും വേണം എന്ന് ഉദ്ദേശം വെച്ചാൽ അതോടുകൂടി തന്നെ അവൻ്റെ ആ ഇബാദത്ത് പറ്റെ ഇല്ലാതായിപ്പോയി. പക്ഷെ അതേപോലെയല്ല ഒരു മനുഷ്യന് അനുവദനീയമായ ഒരു കാര്യം, ജായിസായ ഒരു കാര്യം, അവൻ്റെ അടിസ്ഥാന ഉദ്ദേശം നിയ്യത്ത് ഇബാദത്ത് എന്നത് തന്നെയാണ്. എന്നാൽ എനിക്ക് അതുകൂടി നടക്കട്ടെ, അതുകൂടി ഉണ്ടാകട്ടെ എന്നതിൻ്റെ കൂടെ ഉദ്ദേശിച്ചാൽ അതും ഇങ്ങനെ തന്നെ അമൽ പൊളിഞ്ഞു പോകുന്ന കൂട്ടത്തിലാകുമോ ഇല്ലേ എന്നതാണ് പ്രധാനമായ സംശയം. ആ കൂട്ടത്തിൽ ഒരു സംശയമുണ്ടാക്കുന്ന ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നിട്ട് സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ എന്താണ് കഴിക്കാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അന്ന് കാര്യമായിട്ടൊന്നുമില്ല നമ്മളെ വീട്ടിൽ എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഒന്ന് നോമ്പാക്കാം എന്ന് നബി പറഞ്ഞ് അങ്ങനെ നോമ്പാക്കുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ നോമ്പിൻ്റെ ഉദ്ദേശം ഏതായാലും വീട്ടിൽ പട്ടിണിയാണ്, പട്ടിണി എടുക്കുന്നത് ഒരു നോമ്പായിക്കോട്ടെ എന്ന ഒരു ഇതല്ലേ എന്നതാണ്. ഭക്ഷണമില്ലായ്മ ഒരു നോമ്പാക്കി മാറ്റുക എന്നതാണ് അവിടെ കാരണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒരു ഇബാദത്തിൻ്റെ കൂടെ അനുവദനീയമായ എന്തെങ്കിലും ഒരു കാര്യം കൂടി നടക്കട്ടെ എന്ന്, ഇബാദത്ത് എന്നത് അടിസ്ഥാന ഉദ്ദേശമായിക്കൊണ്ട് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഉണ്ടായിക്കോട്ടെ, കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത് ആ ഇബാദത്തിനെ തന്നെ നശിപ്പിച്ച് കളയുമോ ഇല്ലേ എന്ന വിഷയത്തിലുള്ള ഒരു ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ അത്തശ്രീക്കു ഫിന്നിയ അല്ലെങ്കിൽ അത്തശ്രീക്കു ഫിൽ ഇബാദ എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചോദ്യത്തിൽ വന്നിട്ടുള്ള ഈ വിഷയം ഇതല്ല.
അതെന്താണ്? ഒരു സാഹചര്യം മുതലാക്കുക എന്നതാണ്. നല്ല ഇബാദത്തൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു അവസരം കിട്ടി. ആ അവസരം എന്ത് ചെയ്യുന്നു? നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. ഇന്ന് ഏതായാലും വീട്ടിൽ ഭക്ഷണം അതൊന്നുമില്ല, അല്ലെങ്കിൽ ഭാര്യ വീട്ടിലില്ല, അല്ലെങ്കിൽ മക്കൾ വീട്ടിലില്ല. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഹോട്ടലിൽ പോയി കഴിക്കണം. അതൊന്നും വേണ്ട. ഇതിപ്പോൾ ഇന്ന് നല്ല ഒരു നോമ്പ് വെൽക്കാൻ പറ്റിയൊരു അവസരമാണ് എന്ന ആ നിലയ്ക്ക് ഒരു അവസരം ഉപയോഗപ്പെടുത്തുക എന്നതാണ് എവിടെയുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സംഭവത്തിലുള്ളത്. പിന്നെ മുൻകൂട്ടി ഒരുങ്ങണമോ സുന്നത്ത് നോമ്പുകൾക്ക് എന്നതാണ്. മുൻകൂട്ടി ഒരുങ്ങേണ്ട ആവശ്യമില്ല. മുൻകൂട്ടി ഒരുങ്ങിയാൽ നന്ന്. ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പ് ഉദ്ദേശമുണ്ടെങ്കിൽ അങ്ങനെ, സുബഹി നിസ്കാരത്തിന് ശേഷമാണ് ഉദ്ദേശമെങ്കിൽ അങ്ങനെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു രാവിലെയുള്ള സമയത്തൊക്കെ നമുക്ക് ഓർമ്മ വരികയാണ് ഇന്ന് അങ്ങോട്ട് നോമ്പ് നോൽക്കാം എന്നൊരു തോന്നലുണ്ടാകുകയാണെങ്കിൽ നമുക്ക് നോമ്പാക്കാം. ഇതാണ്. പക്ഷെ കുറേ വൈകിയതിന് ശേഷം ആകരുത് എന്ന് മാത്രം. അവിടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഒരിക്കലും എന്തല്ല, പട്ടിണി മാറ്റാൻ വേണ്ടി നോമ്പ് എന്നതല്ല, മറിച്ച് നിലവിലുള്ള ഒരു സാഹചര്യം ഒരു ഇബാദത്തിൻ്റേതാക്കി മാറ്റുക എന്നതാണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത്, ഈ ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഫാറ്റി ലിവറുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ തടി കുറയും. അതിനു വേണ്ടിയിട്ട് ഫാസ്റ്റിംഗ് എന്നത് എന്താണ്? തടി കുറയാനുള്ള നല്ലൊരു മാർഗ്ഗമാണ്. അതേപോലെ തന്നെ കൊളസ്ട്രോൾ കുറയാനുള്ള മാർഗ്ഗമാണ്, ഷുഗർ കുറയാനുള്ള മാർഗ്ഗമാണ്. ഇങ്ങനത്തെ പല കാരണങ്ങളും പല ആരോഗ്യ ഗുണങ്ങളും നോമ്പിനുണ്ടല്ലോ. അപ്പോൾ അതിനു വേണ്ടി നോമ്പെടുക്കുക. അതിനു വേണ്ടി നോമ്പെടുക്കാനേ പാടില്ല. അതിനു വേണ്ടി ഒരിക്കലും നോമ്പെടുക്കാൻ പാടില്ല. അത് നോമ്പാകുകയും ചെയ്യൂല. മാത്രമല്ല, അള്ളാഹു ഇബാദത്തായി നിശ്ചയിച്ച ഒരു കാര്യം, അവന് സൽക്കർമ്മമായി നിർവഹിക്കാൻ വേണ്ടി നിശ്ചയിച്ച ഒരു കാര്യം അവനവൻ്റെ വ്യക്തിപരമായ ഗുണത്തിന് വേണ്ടി ഉപയോഗിച്ചതിനുള്ള ശിക്ഷയായിരിക്കും അവർക്ക് കിട്ടുക. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. എന്നാൽ ഒരു മനുഷ്യൻ, അവൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ കൂലി തന്നെയാണ്. ആ കൂലി ഉള്ളതോടൊപ്പം ഗുണകരമോ നല്ലതോ ആയ അല്ലെങ്കിൽ ഒരു അനുവദനീയമായ ഒരു കാര്യം എന്ത് ചെയ്യുന്നു? അതിൻ്റെ കൂടെ അടിസ്ഥാന നീയത്ത് അള്ളാഹുവിൻ്റെ പ്രീതി തന്നെയാണ്. അതിൻ്റെ കൂടെ പ്രശ്നമൊന്നും അങ്ങനത്തെ ഒരു ഉദ്ദേശം വെച്ചിട്ടില്ലെങ്കിലും കിട്ടും. അങ്ങനത്തെ ഒരു കാര്യം കൂടി കിട്ടട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ഗുണമുണ്ടാകും. അത് നീയത്ത് വെച്ചാലും കിട്ടും, നീയത്ത് വെച്ചില്ലെങ്കിലും കിട്ടും. അപ്പോൾ നീയത്ത് വെക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കട്ടെ എന്ന ഒരു സുന്നത്ത് നോമ്പ് എന്നത് തന്നെയാണ്. അതിൻ്റെ കൂടെ എനിക്ക് സ്വാഭാവികമായും കിട്ടുന്ന ഈ ഒരു ഗുണം കൂടി ഉണ്ടാകട്ടെ എന്നുദ്ദേശിച്ചാൽ അത് ഒരിക്കലും ആ നോമ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഉദ്ദേശിക്കാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ആളുകൾക്ക് കാണാൻ വേണ്ടി നമസ്കരിച്ച് കാണിച്ചു കൊടുത്തു. ആളുകൾക്ക് കാണാൻ വേണ്ടി മിമ്പറിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നബി എന്ത് ചെയ്തു? നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ അതൊരു വെറും ഒരു ആക്ഷൻ മാത്രമല്ലായിരുന്നു, അതൊരു നമസ്കാരം തന്നെയാണ്. അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ്. ആ നമസ്കാരത്തിൻ്റെ കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗുണകരമായ ഒരു കാര്യം കൂടി ഉദ്ദേശിച്ചു. അതെന്താണ്? ആളുകൾക്ക് നിസ്കാരത്തിൻ്റെ രൂപം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നബിക്ക് 2 റക്അത്ത് നമസ്കാരത്തിൻ്റെ പ്രതിഫലം കിട്ടി. കാരണം നബി നിസ്കരിച്ചത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് ആ നീയത്തോടു കൂടിയാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കാര്യം കൂടി നടക്കട്ടെ എന്ന് ഉദ്ദേശിച്ചാൽ അതിന് പ്രശ്നമില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് വുളു എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ശരിക്കും വുളു എടുക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വുളു എടുക്കുകയാണ്. ളുഹർ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ശരിക്കും വുളു എടുക്കൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം, ഞാനിപ്പോൾ നിസ്കാരത്തിന് വേണ്ടി വുളു എടുക്കുകയാണ്, നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ശരിക്കും ആ വുളുവിൻ്റെ രൂപം നമ്മളെങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് നിസ്കരിക്കാനുള്ള വുളുവായി. കാരണം നമ്മൾ നിയ്യത്ത് വെച്ചിട്ടുള്ളത് എന്തിനാണ്? ളുഹർ നിസ്കാരത്തിനുള്ള വുളുവാണ്. അതിൻ്റെ കൂടെ ഈ ആളുകൾ എൻ്റെ വുളു കണ്ട് പഠിക്കട്ടെ എന്നതുകൂടി ഉദ്ദേശിച്ചു. അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചാൽ അതെന്തല്ല, ആ നമസ്കാരത്തെയോ അല്ലെങ്കിൽ ആ ഇബാദത്തിനെയോ ആ നോമ്പിനെയോ ഒന്നും ബാധിക്കുന്ന ഒരു കാര്യമല്ല. അത് പ്രതിഫലം കുറക്കുമോ ഇല്ലേ എന്ന വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. വ്യക്തിപരമായ ഒരു ഗുണമാണെങ്കിൽ, എന്നാൽ ജനങ്ങൾക്കൊരു ഉപകാരം കിട്ടട്ടെ എന്ന നിലക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലവും കുറയില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അലം. ജസാക്കല്ലാഹു ഖൈറ. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, ദീപാവലി പോലുള്ള ആഘോഷങ്ങൾക്ക് കമ്പനി സ്വീറ്റ്സ് തന്നാൽ സ്വീകരിക്കാൻ പറ്റുമോ? സർക്കാർ ജോലിക്കാർക്ക് ഓണം, ക്രിസ്മസ് എന്നിവയുടെ ബോണസൊക്കെ വാങ്ങാമെന്നെല്ലാം അറിഞ്ഞു എന്നുള്ള.
അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പനി സീറ്റ്സ് നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. കാരണം സീറ്റ്സ് ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് നൽകുന്ന ഒന്നാണല്ലോ. അതുകൊണ്ട് തന്നെ അതൊരു ആഘോഷമാണ്, ആഘോഷത്തിൻ്റെ ഭാഗമാണ്. അത് കഴിക്കാൻ പാടില്ല. എന്നാൽ സർക്കാരോ അതല്ലെങ്കിൽ വലിയ കമ്പനികളൊക്കെ തന്നെയോ ആ കമ്പനികളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി സേവനം ചെയ്യുന്ന ആളുകൾക്ക് അവർ വ്യത്യസ്ത മതക്കാരുണ്ടാവും, വ്യത്യസ്ത ആശയക്കാരുണ്ടാവും, മതമില്ലാത്തവരുണ്ടാവും, എല്ലാവരും ഉണ്ടാകും. അപ്പോൾ അവർക്ക് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ സഹായങ്ങൾ നൽകാൻ, ഇപ്പോൾ ഒരു മുസ്ലിം ആണെങ്കിൽ പെരുന്നാൾ അവനക്ക് ഒരു സഹായവും ഒരു ഇതുമൊക്കെ ആവശ്യമുള്ള ഒരു സമയമാണ്. ആ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓണവും അതേപോലെ തന്നെ മറ്റ് ആഘോഷ പരിപാടികളും ഒക്കെ വരുന്ന സമയത്ത് അവർക്കെന്തുണ്ട്, അവർക്കൊരുപാട് ചിലവുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് സഹായം ആവശ്യമാണ്. ക്രൈസ്തവരാണെന്നുണ്ടെങ്കിൽ അവർ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അവർക്ക് സഹായം ആവശ്യം. അപ്പോൾ ആ ഗവൺമെൻറ്റിനെ സേവിക്കുന്ന അല്ലെങ്കിൽ ആ കമ്പനിക്ക് വേണ്ടി സേവനം ചെയ്യുന്ന അതിൻ്റെ ആളുകൾക്ക് വ്യത്യസ്ത സാഹചര്യങ്ങൾ എന്ത് ചെയ്യുന്നു? സഹായങ്ങൾ നൽകുന്നു. അത് ഓണത്തിൻ്റെ ബോണസായിട്ട് അല്ലെങ്കിൽ പെരുന്നാളിൻ്റേതായിട്ട് അല്ലെങ്കിൽ ക്രിസ്മസിൻ്റേതായിട്ട് ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരിക്കലും എന്തല്ല, ഒരു ആഘോഷത്തിൽ പങ്കുചേരുകയോ ആഘോഷത്തെ സഹായിക്കുകയോ എന്നതല്ല, മറിച്ച് ആ കമ്പനിയിലാകട്ടെ അല്ലെങ്കിൽ ഒരു സർക്കാർ തലത്തിലാകട്ടെ അതിനുവേണ്ടി സേവനം ചെയ്യുന്ന ആളുകളെ അവർക്ക് സഹായങ്ങൾ ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. അത് വ്യത്യസ്ത പേരുകളിൽ സഹായിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അതും ഇതും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. സീറ്റ്സ് നൽകുക എന്നൊക്കെ പറയുന്നത് അതൊരു ആഘോഷത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും അത് നമുക്ക് കഴിക്കാനോ ഉപയോഗിക്കാനോ പറ്റില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം. ഓക്കെ, ജസാക്കല്ലാഹു ഖൈറ. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, പുരുഷന്മാർക്ക് വിവാഹം നിഷിദ്ധമായവരുടെ മുമ്പിൽ മുട്ടുമറയാത്ത വസ്ത്രം ധരിക്കാൻ പറ്റുമോ എന്നുള്ള. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔറത്ത് രണ്ട് തരമായിട്ടാണ് കണക്കാക്കുന്നത്. മുഗല്ലലായ ഔറത്ത്, മുഖഫഫായ ഔറത്ത്. ഔറത്തിൽ ഒരിക്കലും കാണാൻ പാടില്ലാത്ത, കഴിയുമെങ്കിൽ അവനവൻ ഒറ്റക്കാകുന്ന സമയത്ത് വരെ മറച്ചു വെക്കേണ്ടുന്ന ഔറത്ത്, അതാണ് മുഗല്ലലായ കടുത്ത ഔറത്തായി കണക്കാക്കപ്പെടുന്ന ഭാഗം എന്നത്. രണ്ടാമത്തത് ഔറത്ത് തന്നെയാണ്, എന്നാൽ അതിൽ ചെറിയ നീക്കുപോക്കുകൾ, വസ്ത്രം നീങ്ങുന്ന സമയത്ത്, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ജോലി തിരക്കുകൾക്കൊക്കെ ജോലിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊക്കെ ഒന്നൊരു വസ്ത്രം കയറ്റി കുത്തി എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ എടുക്കും. അപ്പോൾ മുട്ടിൻ്റെ മേലൊക്കെ പോകും. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് വെളിവാകാൻ സാധ്യതയുള്ള ഔറത്ത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ കാൽമുട്ടിന് മുകളിലുള്ള ഭാഗം ഔറത്ത് വെളിവായതായിട്ട് ചില സമയങ്ങളിലൊക്കെ യാത്രയിൽ കാറ്റടിച്ചപ്പോൾ അങ്ങനെയൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. അത് മുഖഫഫായ ഔറത്താണ്. എന്നാൽ മുഗല്ലലായ ഔറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്ത് ചെയ്യില്ല, നബി ഒരിക്കലും വെളിവാക്കുകയില്ല. അപ്പോൾ ഈ രൂപത്തിലുള്ള ഔറത്ത് അഥവാ കാൽമുട്ടിന് കുറച്ച് മുകളിലുള്ള കാൽത്തുട ഭാഗം, അതേപോലെ തന്നെ പൊക്കിളിന് തൊട്ട് താഴെയുള്ള കുറച്ച് ഭാഗങ്ങൾ, ഇങ്ങനെയുള്ള ഭാഗമൊക്കെ എന്ത് ചെയ്യാം, ഒരു വിവാഹം നിഷിദ്ധമായിട്ടുള്ള ആളുകൾ, മാതാവ്, സഹോദരിമാർ, അതേപോലെ തന്നെ ഭാര്യയുടെ മാതാവ്, ഇങ്ങനെയുള്ള പിതാവിൻ്റെ സഹോദരിമാർ അഥവാ എളാമ്മമാർ, അമ്മായിമാർ തുടങ്ങിയ ആളുകൾ, ഒരു വിവാഹബന്ധം ഒരിക്കലും അവർ തമ്മിൽ പാടില്ല. അബദിയായിട്ട് വിവാഹബന്ധം നിഷിദ്ധമായവരുടെ മുന്നിൽ അത്തരം ഔറത്ത് വെളിവാകുന്നതിന് തെറ്റില്ല. എന്നാൽ അപ്പോഴും ഏത് സമയത്തും ഔറത്ത് മറച്ചു വെക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അല്ലാഹു അലം. ഓക്കെ, ജസാക്കല്ലാഹു ഖൈറ. സമാനമായ മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത്, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അവരുടെ ഉപ്പയുടെയും സഹോദരൻ്റെയും മകൻ്റെയും മുന്നിൽ ഇടാൻ പറ്റുന്ന വസ്ത്രധാരണ രീതി എന്താണ്? ഇറുകിയ വസ്ത്രം ധരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളതാണ്. ഇറുകിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ അവയവങ്ങൾ വ്യക്തമായി എടുത്തു കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം, അല്ലെങ്കിൽ അത് നിഴലിച്ച് കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം, ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വസ്ത്രങ്ങൾ ശീലിക്കാൻ തന്നെ പാടില്ല.
വീടുകൾക്കുള്ളിൽ പോലും അത്തരം വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുകയാണ് വേണ്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ആങ്ങളമാരുടെ അതല്ലെങ്കിൽ പിതാവിൻ്റെ ഒക്കെ മുന്നിൽ ധരിക്കുന്ന വസ്ത്രം പുറത്തിറങ്ങുന്ന സമയത്ത് ധരിക്കുന്ന അതേ വസ്ത്രം തന്നെ ധരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടെയും എന്ത് ചെയ്യണം? ഇതുപോലുള്ള വിരോധിക്കപ്പെട്ട വസ്ത്രങ്ങൾ അത് ഒഴിവാക്കുക തന്നെ ചെയ്യണം. ഒരു പക്ഷേ അവരുടെ കൈ വെളിവായി എന്ന് വരും, കണങ്കാല് വെളിവായി എന്ന് വരും. അതൊന്നും സഹോദരന്മാരുടെയും പിതാവിൻ്റെയും മുന്നിലൊന്നും പ്രശ്നമല്ല. എന്നാൽ ഇതുപോലുള്ള വസ്ത്രങ്ങൾ അതൊരു സംസ്കാരമാണ്. അത് വീടിനുള്ളിൽ പോലും ഒഴിവാക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. വല്ലാഹു അഅലം. ഓക്കെ, ജസാക്കല്ലാഹു ഖൈറ. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, മഹറം ഇല്ലാതെ എത്ര ദൂരം വരെ സ്ത്രീക്ക് യാത്ര ചെയ്യാം? കുട്ടികൾക്ക് എത്ര പ്രായമായാലാണ് മഹറമിൻ്റെ ആവശ്യമുള്ളത് എന്നുള്ളത്? അത് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് എത്ര പ്രായമാകുമ്പോഴാണ് മഹറമിൻ്റെ ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ അവർക്ക് ഒരു വിവാഹപ്രായം എത്തിയിട്ടുണ്ടെങ്കിൽ അവർ മഹറമോട് കൂടിയിട്ടേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. അവർ അല്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം. പിന്നെ എത്ര ദൂരം എന്ന് നമുക്ക് കിലോമീറ്റർ നിശ്ചയിച്ച് പറയാൻ കഴിയില്ല. മറിച്ചൊരു യാത്ര എന്ന് പറയുന്ന യാത്രകൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടിയാകട്ടെ, പഠനത്തിന് വേണ്ടിയാകട്ടെ, അത്തരം ദൂരങ്ങളിലൊക്കെ ഒരു യാത്രയായി കണക്കാക്കാവുന്ന യാത്രകളൊന്നും അത് ഒരു മഹറമിൻ്റെ കൂടെയല്ലാതെ സ്ത്രീകൾ പോകാൻ പാടില്ല എന്നത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു രാവും പകലുമുള്ള യാത്രയായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു രാവും പകലും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു യാത്ര വെച്ച് നോക്കുമ്പോൾ അത് കൃത്യമായ ഒരു കണക്ക് പറയുമ്പോൾ ഒരു രാവും പകലും എന്നാണ് എങ്കിൽ ഒരു 75-80 കിലോമീറ്ററൊക്കെയാണ് കണക്കാക്കുന്നത്. പക്ഷേ 80 കിലോമീറ്റർ യാത്ര എന്ന് അത് അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഒരു 40 കിലോമീറ്ററൊക്കെ വരുള്ളൂ. അപ്പോൾ ഒരു 40 കിലോമീറ്റർ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. ഈ 40 കിലോമീറ്റർ ഒരു പക്ഷേ എന്താകും, ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയ ദൂരം. അത്ര നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയ ദൂരത്തേക്ക് ഒരു കൂടെ ഒരു മഹറമ് വരണം എന്ന് നമുക്ക്. അപ്പോൾ യാത്രയെ അതിൻ്റെ സമയത്തെയും അതേപോലെ തന്നെ ആ യാത്രയുടെ ബുദ്ധിമുട്ടുകളെയും ഒക്കെ കണക്കാക്കിയിട്ട് നമുക്കൊരു യാത്ര എന്ന് പറയാൻ പറ്റിയ, ഇതിപ്പോൾ 40-45 കിലോമീറ്റർ ഉണ്ടെങ്കിലും നമുക്ക് യാത്ര എന്ന് പറയാൻ തോന്നൂല. ഇവിടുന്ന് കയറി എന്തെങ്കിലും 1-2 വർത്തമാനം പറയുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരു ഫോൺ നോക്കുമ്പോഴേക്ക് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പായി. അത്രേ ടൈം എടുക്കുള്ളൂ. ഒരു അരമണിക്കൂറൊക്കെ. ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല ഹൈവേ ഒക്കെ ഇപ്പോൾ വന്ന സ്ഥിതിക്ക് അത്ര ദൂരം യാത്ര ചെയ്താൽ നമുക്കൊരു പ്രയാസമായി തോന്നുകയില്ല. അപ്പോൾ അത്തരം ഒരു യാത്രയായിട്ട് എന്ത് ചെയ്യണം, ഒരാൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ദൂരം ഒരു പെണ്ണിന് മഹറമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. അതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ജസാക്കല്ലാഹു ഖൈറ. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, ഈ പ്രസംഗങ്ങളൊക്കെ ക്ലിപ്പുകളായി വരുമ്പോൾ, ഷോർട്സുകളായി വരുമ്പോൾ അതിൽ നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് പറയുമ്പോൾ തീനാമ്പുകളും തീകളൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ കാണിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ളതാണ്. തെറ്റുണ്ടോ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം അത്തരം കാഴ്ചകൾ അതിൻ്റെ ഗൗരവം കുറച്ച് കളയും എന്നതാണ്. ചിലപ്പോൾ ഒരു പ്രത്യേക ശബ്ദങ്ങളൊക്കെ, ഒരു ആളെ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുക, അതേപോലെ തന്നെ ഈ ആളിക്കത്തുന്ന തീയ് ഇത് കാണിക്കുക, അതേപോലെ തന്നെ എന്തെങ്കിലും ചില രൂപങ്ങൾ, ഭീകര രൂപങ്ങളെപ്പോലെ കാണിക്കുക. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഒരു തവണ കാണുമ്പോൾ ഒരു ചെറിയൊരു പ്രയാസം, ഒരു മനസ്സിനൊരിതുണ്ടാകും. രണ്ടാമത്തെ തവണയും അത് ആവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതുണ്ട്. അതോടുകൂടി അതിൻ്റെ ഗൗരവം നഷ്ടപ്പെട്ടു. അങ്ങനെ അള്ളാഹുവും റസൂലും വളരെ ഗൗരവമായി സൂചിപ്പിച്ച കാര്യങ്ങളെ നമ്മളിങ്ങനെ ചിത്രീകരിക്കുകയോ ശബ്ദത്തിൻ്റെ അകമ്പടിയിൽ അതിനെ അവതരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗൗരവം നഷ്ടപ്പെടും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു നല്ല പ്രകൃതിയും ഒരുപാട് പൂക്കളും അതേപോലത്തെ കായ്കനികളും ഒക്കെയുള്ള ഒരു സുന്ദരമായ ഒരു ഭാഗം കാണിക്കുമ്പോൾ സ്വർഗം എന്ന് പറയുന്നത് ഇത്ര ചെറുതാകരുത്. അത് മാല ഐനുൻ റഅത്ത് വല ഉദുനുൻ സമീഅത്ത് വല ഖത്തറ ഫീ ബാലി അഹദിൻ എന്നാണ്. നരകത്തെ സംബന്ധിച്ച് നരകം സൃഷ്ടിച്ച ശേഷം ആദ്യമായി അത് പോയി കാണാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോടാണ്. എന്നാൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം അത് പോയി കണ്ടുവന്നിട്ട് പറഞ്ഞത്,
ഒരു മലക്കാണ്, ഒരു മലക്കാണ്. ആ മലക്കിൻ്റെ മനസ്സ് അവിടെയടക്കം ഭയവിഹ്വലമായി മാറുന്ന രൂപത്തിലാണ്. അദ്ദേഹം അള്ളാഹുവിൻ്റെ മുന്നിൽ വന്ന് പറയുന്നത്, റബ്ബേ, ഇത് കണ്ട ഇതിനെപ്പറ്റി മനസ്സിലാക്കിയ ഒരാൾ ഒരിക്കലും ഇതിൽ വന്ന് ചാടില്ല എന്ന്. അവർ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കണ്ടിട്ട് അദ്ദേഹത്തിനടക്കം അത്രമാത്രം ഇരു ഒരു മാനസികമായൊരിതുണ്ടാകണമെങ്കിൽ അതിൻ്റെ ഭയാനകത എത്രയായിരിക്കും? ആ ഭയാനകമായത് നമ്മൾ നമ്മുടെ കണ്ണിലും നമ്മുടെ ഹൃദയത്തിലും ഉദിച്ച ഏതെങ്കിലും ചില രൂപങ്ങളിലും ചില ശബ്ദങ്ങളിലും മാത്രം ഒതുക്കിയിട്ടുണ്ട് എങ്കിൽ അത് ഗൗരവമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. സ്വർഗവും അങ്ങനെ തന്നെയാണ് നടത്തുന്നത്. ഓക്കെ, ജസാക്കല്ലാഹു ഖൈറ. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, ഫിത്തിന കാരണം അവിശ്വാസം കടന്നു വരികയും പിന്നീട് വിശ്വാസിയാവുകയും ചെയ്തവർക്ക് തൗബയുണ്ടോ? അങ്ങനെയെങ്കിൽ തൗബയുടെ രൂപം എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിക്ക് ഒരു ഫിത്നയുടെ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. നമ്മുടെ മുൻഗാമികളുടെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അവരടക്കം നമ്മളിപ്പോൾ ഫിത്നയുടെ കാലഘട്ടത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കടക്കം അവരുടെ കാലഘട്ടം ഫിത്നയുടെ കാലഘട്ടമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഫിത്നയുടെ ലോകം അത് ഏറ്റവും ഗൗരവമുള്ള, ഏത് സമയത്തും ഫിത്നയിൽ അകപ്പെട്ടു പോകാവുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്, ഒരു കാലഘട്ടം വരും, യുംസി അർറജുലു മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ വയുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറ. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരമാകുമ്പോൾ കാഫിറായി പോകും. രാവിലെ കാഫിറായവൻ വൈകുന്നേരമാകുമ്പോൾ മുഅ്മിനായി പോകും. ഇങ്ങനെയൊക്കെ അത്ര ഗൗരവമുള്ള സാഹചര്യങ്ങൾ വരും. അതെന്താണ്? കുഫർ പ്രഖ്യാപിക്കുക എന്നത് മാത്രമല്ല. അവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സങ്ങനെ മാറി മറിയുന്ന സാഹചര്യങ്ങളുണ്ടാകും. കാണുന്നതും കേൾക്കുന്നതും അവനവൻ്റെ ഈമാനിനെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഒരു വേള കുഫറിൻ്റെ ചിന്തകൾ മനസ്സിലേക്ക് വന്നേക്കും. ചില സമയങ്ങളിലൊക്കെ ഉള്ളിൽ കുഫറിൻ്റെ ചിന്തകൾ ഉണ്ടെങ്കിൽ ആ കുഫർ അതിനേക്കാൾ അപ്പുറത്തുള്ള ഈമാനിൻ്റെ കാഴ്ചകൾ, ഈമാൻ സമ്മാനിക്കുന്ന കാഴ്ചകൾ കൊണ്ട് കുഫർ മാറിപ്പോവുകയും ചെയ്യും. ഇതൊക്കെ സംഭവിക്കുന്നർത്ഥം. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹ് പറഞ്ഞു, ഇല്ലാമൻ താബ വ ആമന വ അമില സ്വാലിഹൻ. തൗബ ചെയ്യുക, ആത്മാർത്ഥമായി അവനവന് സംഭവിച്ചു പോയ ഷിർക്കിൻ്റെ, കുഫറിൻ്റെ, നിഫാഖിൻ്റെയൊക്കെ ചിന്തകൾ, ആ ചിന്തകൾക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പാപമോചനം തേടുക. എന്നിട്ട് നല്ല ഈമാൻ കൈവരിക്കുക. ആ ഈമാൻ കൂടാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പോൾ ഒന്ന് തൗബ, രണ്ട് ഈമാൻ കൂടാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും അതിൻ്റെ പഠനവും അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കലും ആ ആശയങ്ങളിലുള്ള നമ്മുടെ ചിന്തകളും ഇതൊക്കെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ചരിത്ര പഠനം, മുൻഗാമികളെ സംബന്ധിച്ചുള്ള പഠനം, ഇതൊക്കെ വളരെ പ്രധാനമാണ്. പിന്നെ വഅമില സ്വാലിഹൻ, നന്മകൾ കൂടുതൽ കൂടുതൽ ചെയ്യുക. കാരണം നന്മകളുടെ ഗുണഫലമായി ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വീണ്ടും നന്മകൾക്കുള്ള അവസരം കിട്ടുമെന്നതാണ്. തിന്മകളുടെ ദോഷഫലമായി ദുനിയാവിൽ കിട്ടുന്ന ഒരു കാര്യം വീണ്ടും അത് തിന്മകളിലേക്ക് മനുഷ്യനെ കൊണ്ട് ചെന്നെത്തിക്കുന്ന. അതുകൊണ്ട് തിന്മകൾ ചെയ്താൽ ആ ഒരു തിന്മയിൽ ഒരുപക്ഷെ അവസാനിക്കില്ല, വീണ്ടും തിന്മകളിലേക്ക് എത്തിക്കും. എന്നാൽ നേരെ തിരിച്ച് നന്മകൾ വീണ്ടും അതേ രൂപത്തിലുള്ള നന്മകൾക്കുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വാതിൽ തുറന്നിടും. അപ്പോൾ ഇങ്ങനെ സൽക്കർമ്മങ്ങളിലൂടെ, നല്ല ഈമാനിലൂടെ, ആത്മാർത്ഥമായ തൗബയിലൂടെ, അതിലൂടെയൊക്കെയാണ് ഇത്തരം സാഹചര്യങ്ങളെ നമ്മൾ മറികടക്കേണ്ടത്. അള്ളാഹു നമ്മുടെയൊക്കെ ഈമാനിനെ നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ. ജസാക്കല്ലാഹു ഖൈറ. ആമീൻ. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, ഒരു സഹോദരിയാണ് ചോദിച്ചിട്ടുള്ളത്, തറാവി നമസ്കാരം പള്ളിയിൽ ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുന്ന സമയത്ത്
കറണ്ട് പോയാൽ പള്ളിയിൽ തന്നെ സ്ത്രീകൾക്ക് ഇമാമായി നമസ്കരിക്കുന്നതിന് വിധി എന്താണ്? ശബ്ദം കേൾക്കാത്തതിനാൽ സ്ത്രീകളുടെ ഭാഗത്ത് വേറെ ജമാഅത്ത് നടത്തുന്നതാവാം ഉദ്ദേശിച്ചത്. ആയിരിക്കും. അതിന് യാതൊരു കുഴപ്പമില്ല. ഫറള് നമസ്കാരങ്ങൾ ഒരു പള്ളിയിൽ ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. സുന്നത്ത് നമസ്കാരങ്ങളും ജമാഅത്തായി സംഘടിപ്പിക്കപ്പെടുന്നത് ഒരു പള്ളിയിൽ ഒന്ന് തന്നെയാകണം. ഒന്നിൽ കൂടുതലായി എന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, അത് സമൂഹത്തിൽ ഛിദ്രതയ്ക്ക് കാരണമാകും എന്നതുകൊണ്ടാണ്. സമൂഹത്തിൽ ഛിദ്രതയ്ക്ക് കാരണമാകും. ഇപ്പോൾ ഒരു ഇമാം ഇവിടെ നിൽക്കുന്നു, മറ്റൊരു ഇമാം അവിടെ നിൽക്കുന്നു. ഇയാളുടെ പിന്നിൽ കുറച്ചാളുകൾ, അയാളുടെ പിന്നിൽ വേറെ കുറച്ചാളുകൾ. അത് സമൂഹത്തിൽ ഇയാളുടെ കുറച്ചാളുകൾ മറ്റാളുടെ കുറച്ചാളുകൾ എന്ന നിലക്ക് ഉണ്ടാകാനൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നബി അതിൻ്റെ വാതിലടച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് പള്ളിയിൽ ഒന്നിൽ കൂടുതൽ ജമാഅത്തുകൾ ഇങ്ങനെ രാത്രി നമസ്കാരം നടക്കുന്നുണ്ട്. രാത്രി നമസ്കാരം തന്നെ ഈ വിഷയം തന്നെയാണ്. അവിടെ ഒരാളുടെ കൂടെ കുറച്ചാളുകൾ, ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നുണ്ട്, വേറൊരാളുടെ കൂടെ വലിയൊരു സംഘം ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, കുറച്ചാളുകൾ വേറെ ഒഴിഞ്ഞു നിന്നുകൊണ്ട് ഇരുന്ന് ഖുർആൻ ഓതുന്നുണ്ട്, അവർ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വീണ്ടും നിസ്കരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതൊരു തെറ്റാണെന്നല്ല ആര് പറഞ്ഞത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പിറ്റത്തെ ദിവസം വന്ന് ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി, ഇതാ നാളെ മുതൽ 2 ഇമാമുമാരെ നിശ്ചയിച്ചു തരാം. ആ 2 ഇമാമുമാർ, ഒരാൾ നിസ്കരിക്കും, അയാളുടെ കൂടെ നിസ്കരിക്കാൻ താല്പര്യമുള്ള ആ സമയത്ത് നിസ്കരിക്കാൻ കഴിയുന്നവർ എന്ത് ചെയ്യട്ടെ, അവർ നിസ്കരിക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ഇമാമുണ്ട്. ആ ഇമാമ് ചിലപ്പം കുറച്ച് കൂട്ടി നിസ്കരിക്കുന്ന ആളായിരിക്കും, ആദ്യത്തെ കുറച്ച് നിസ്കരിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ നിസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ നിസ്കരിക്കട്ടെ. ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തതാണ്. അതിനു മുമ്പ് പള്ളിയിൽ ഒന്നിൽ കൂടുതൽ ജമാഅത്ത് നിസ്കരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒന്നിൽ കൂടുതൽ ജമാഅത്ത് ഒരു പള്ളിയിൽ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഉണ്ടായി എന്നതെന്തല്ല, ഒരു കുറ്റമല്ല. എന്നാൽ അത് ഒന്നാക്കി മാറ്റുക എന്നത് ഒരു നല്ല കാര്യമാണ്. ആ കാര്യമാണ് ആര് ചെയ്തത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത്. എന്നാൽ രണ്ടാകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇവിടെ ചോദ്യത്തിലുള്ളത് അതാണ്. ഇമാമ് ആണുങ്ങളുടെ കൂടെ മുന്നിലാണ്, സ്ത്രീകൾ വേറെ റൂമിലാണുള്ളത്, അല്ലെങ്കിൽ അവർക്ക് വേറെ ഹാളാണുള്ളത്. അവിടേക്ക് അവരുടെ ശബ്ദം കേൾക്കുന്നില്ല, ഇമാമിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. അവർ നമസ്കരിക്കുന്നത് ഇമാമും മഅ്മൂമും നമസ്കരിക്കുന്നത് അറിയുന്നില്ല, അല്ലെങ്കിൽ കറണ്ട് പോയതുകൊണ്ടാണ്. ആ സമയത്ത് എന്ത് ചെയ്യുക? അവർക്ക് വേറെ ജമാഅത്ത് സംഘടിപ്പിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. അവർക്ക് വേറെ ജമാഅത്ത് സംഘടിപ്പിക്കാം. അവരുടെ കൂട്ടത്തിൽ നിന്നൊരാൾ ഇമാമ് നിന്ന് നമസ്കരിക്കുന്നതിന് ഒരു വിരോധവും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലാഹു അലം. ജസാക്കല്ലാഹു ഖൈറ. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, ഉലൂഹിയത്തിൻ്റെ പിന്നിൽ ഒരു ചരിത്രമില്ലേ, അതുപോലെ അഖീഖയുടെ പിന്നിലും വല്ല ചരിത്രമുണ്ടോ എന്നുള്ളതാണ്. ചരിത്രത്തിൽ അത്ര വിശാലമായ ഒരു പഠനം നടത്തിയ ഒരാളല്ല ഞാൻ. എങ്കിലും നമുക്ക് ഉലുഹിയത്തിൻ്റെ ഒരു ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെയും അതിലേക്കുള്ള സൂചനയുണ്ട്. അതേപോലെ തന്നെ ഹദീസുകളിലുമൊക്കെ അങ്ങനെയുള്ള സൂചനകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അഖീഖയെപ്പറ്റി നമ്മൾ കാണുമ്പോൾ, വായിക്കുമ്പോൾ, ഹദീസുകളിലൊക്കെ തന്നെ കാണുന്ന സമയത്ത് അഖീഖ നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ്. അറബികൾക്ക് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഒരു സമ്പ്രദായമല്ല അഖീഖ. അറബികൾക്ക് നേരത്തെ പരിചയമുള്ള ഒരു കാര്യമാണ്. ചില ഹദീസുകളിലൊക്കെ കാണാം, ഞങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ അഖീഖ അറുത്തിരുന്നു. ആ അറുത്ത മൃഗത്തിൻ്റെ രക്തം കൊണ്ടുവന്ന് ഈ കുട്ടിയുടെ തലയിൽ എന്ത് ചെയ്യും? പുരട്ടും. അങ്ങനെയായിരുന്നു അവർ അഖീഖ അറുത്തിരുന്നത്. അപ്പോൾ അതിൽ ആ കുട്ടിയുടെ തലയിൽ ഈ രക്തം പുരട്ടുന്നതിൽ എന്തോ ഒരു ബറക്കത്തൊക്കെ, ഒരു നന്മയൊക്കെ അവർ കണ്ടതുകൊണ്ടായിരിക്കും. അപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യം, അതൊരു നല്ല കാര്യമായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നിലനിർത്തി. കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ അവരുടെ ഒരു സന്തോഷ പ്രകടനമാണ്, ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളൊരു സന്തോഷമാണല്ലോ മാതാപിതാക്കൾക്ക്. ആ സന്തോഷ പ്രകടനമാണ് അഖീഖ. അത് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെയുണ്ട്. അതിന് കൃത്യമായി ഇന്നത് മുതലാണ് തുടങ്ങിയത് എന്ന് പറയാൻ മാത്രമുള്ള തെളിവുകൾ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ നമുക്ക് അതിൽ പറയാൻ കഴിയുള്ളൂ. അല്ലാഹു അലം. മറ്റൊരു ശ്രോതാവ്
മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ് ചോദിച്ചത്. ചന്ദ്രമാസ നിർണയ ഫത്വകൾ എന്ന പേരിൽ പ്രചരിക്കുന്ന ഒരു മെസ്സേജ് കണ്ടു. ഭൂമിയിൽ എവിടെയെങ്കിലും പൊതു ചന്ദ്രപ്പിറവി കണ്ടാൽ, അറിഞ്ഞാൽ, ബോധ്യപ്പെട്ടാൽ, കണക്ക് കൂട്ടി തിട്ടപ്പെടുത്തിയാൽ അത് മുഴുലോക ജനതക്കും ബാധകമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഫത്വ കണ്ടു. എന്നിട്ട് കുറേ ഈ തെളിവുകൾ എന്ന നിലക്ക് കുറേ കിതാബുകളുടെ പേരും ഇതൊക്കെ ഉം. കൊടുത്തുള്ളൊരു മെസ്സേജാണ്. എന്ന് വെച്ചാൽ അതൊരു ആ, ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തുക എന്ന് പറയില്ലേ. ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തുക എന്നതാണ് ഇതിലുള്ളത് എന്ന് ഞാനും കണ്ടിട്ടുണ്ട്. അതായത് അത് തുടങ്ങുന്നത് ചന്ദ്രമാസപ്പിറവിയുടെ ഇത് എങ്ങനെയൊക്കെയാണ്. ഒന്ന്, പിന്നെ എവിടെയെങ്കിലും കണ്ടാൽ, അല്ലേ? ഉം. അതേപോലെ തന്നെ ആ, കണക്ക് കൊണ്ട് തിട്ടപ്പെടുത്തിയാൽ, എവിടെയെങ്കിലും കണ്ടു എന്ന് അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ലോകത്തേക്കും ബാധകമാണ് എന്നത്, അങ്ങനത്തെ ഒരു ഫത്വ, അങ്ങനത്തെ ഒരു വീക്ഷണം ആരും പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും കണ്ടാൽ എല്ലായിടത്തേക്കും ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും കണ്ടു എന്ന വിവരം ലഭിച്ചാൽ എല്ലായിടത്തേക്കും ബാധകമാണ് എന്ന അഭിപ്രായമുണ്ട്. എന്നാൽ കണക്ക് കൂട്ടി തെളിയിച്ച അതും കൂടി അതിലേക്ക് കൂട്ടിച്ചേർക്കുക ചെയ്ത്. അങ്ങനത്തെ ഒരു അഭിപ്രായം ലോകത്ത് ഇന്നേ വരെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതന്മാരില്ലേ. ഉം, ഉം. അപ്പോൾ നമ്മളതിലെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വീകാര്യമായി ആളുകൾ എടുക്കൂലല്ലോ. നമ്മൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരാരും അടുത്ത കാലഘട്ടത്ത് വരെ ഉള്ളത് ആരും അത് അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതൊരു ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തിയതാണ്. പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്, ശരിയാണ്. ഓരോ പ്രദേശത്തേക്കും എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ഉദയാസ്തമയങ്ങൾ വ്യത്യാസപ്പെടുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടെയും അവിടെയും തമ്മിൽ ഉദയാസ്തമയങ്ങൾ വ്യത്യാസമുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ സ്ഥലത്ത് തന്നെ ഇവർ കാണണം, അടുത്ത സ്ഥലത്തേക്ക് ഉള്ളത് അവർ അവിടെ വേറെ കാണണം എന്ന അഭിപ്രായമുണ്ട്. അതാണ് നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു അഭിപ്രായം, ഒരു സ്ഥലത്ത് കണ്ടാൽ അത് ലോകത്ത് എല്ലായിടത്തും ബാധകമാകും. ആ വിവരം കിട്ടുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം? അവിടെ കണ്ടിട്ടുണ്ടല്ലോ. ആ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എപ്പോഴാണോ അത് നടപ്പാക്കാൻ പറ്റുന്നത് ആ സമയത്ത് അവർ പെരുന്നാൾ കഴിക്കണം, അല്ലെങ്കിൽ നോമ്പ് നോക്കണം എന്ന അഭിപ്രായം പറഞ്ഞ രണ്ടാമത്തെ ഒരു അഭിപ്രായമുണ്ട്. മൂന്നാമത്തത്, ഒരു നാട്ടിൽ കണ്ടു, ആ നാട്ടിലെ ഭരണാധികാരി അദ്ദേഹത്തിന് എവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഭരണം നിലനിൽക്കുന്നുണ്ട്, ഒരു ചക്രവർത്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രദേശം, രാജ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടാവും. ആ നാടുകളിലേക്കൊക്കെ എന്ത് ചെയ്യാം? അത് ബാധകമാക്കാം എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ഇതൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ഉള്ള അഭിപ്രായങ്ങളാണ്. ഇതൊക്കെ നമുക്ക് മുഖവിലക്കെടുക്കാൻ പറ്റിയതുമായ അഭിപ്രായമാണ്. അതുകൊണ്ട് ഇതിലേക്ക് ഏത് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്? കണക്ക് നോക്കി തിട്ടപ്പെടുത്തിയാൽ എന്നതുകൂടി കൂട്ടിച്ചേർക്കുകയാണ് ഇവിടെ ചെയ്തത്. അങ്ങനെ ഹക്കും ബാത്തിലും കൂടി കൂട്ടിച്ചേർത്തു. അങ്ങനെ ഒരിക്കലും ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അലം. ഓക്കെ, ജസാക്കല്ലാഹു ഖൈറൻ. മറ്റൊരു ശ്രോതാവ്, ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യമാണ്. എൻ്റെ ഉപ്പ എന്നോടും എൻ്റെ കൂട്ടുകാരികളുടെയും പരീക്ഷയെക്കുറിച്ച് ചോദിച്ചു. ഞാൻ ജയിച്ചവരുടെയും തോറ്റവരുടെയും ഒക്കെ എണ്ണം ഉപ്പയോട് പറഞ്ഞു. പാരൻസ് എല്ലാവരും കൂടി പാരൻസ് മാത്രമായി മീറ്റിംഗ് വെച്ചപ്പോൾ ഉപ്പ ഈ കാര്യം പറഞ്ഞു. എന്നാൽ കൂട്ടുകാർ എല്ലാവരും പാസ്സായി എന്നാണ് അവരുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിരുന്നത്. എൻ്റെ ഉപ്പ പറഞ്ഞത് ഹോസ്റ്റലിലാണെന്ന് അർത്ഥം. അതെ. അപ്പോൾ എൻ്റെ ഉപ്പ പറഞ്ഞത് അവർ എല്ലാവരും അറിഞ്ഞപ്പോൾ അവർ ടെൻഷനായി. അവരുടെ പാരൻസ് റിസൾട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞത് കാരണത്താൽ ആണ് ടെൻഷനായത്. ആരുടെ പാരൻസാണ് ഇതെന്ന് പറഞ്ഞത് എന്ന് അവർക്കറിയില്ല. എല്ലാവരോടും അവർ അത് അന്വേഷിച്ച് നടക്കുമ്പോൾ അവരെന്നോട് ദേഷ്യപ്പെടുമോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുമോ എന്ന ഭയത്താൽ ഞാൻ നുണ പറഞ്ഞു. ഇനി ഞാനത് തിരുത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. തിരുത്തണ്ട, ഇനി നുണ പറയരുത്. എന്താണ് ചെയ്യേണ്ടത്? ഇനി അങ്ങനെ നുണ പറയാൻ പാടില്ല. ഇത് തിരുത്തേണ്ട ആവശ്യമില്ല. കാരണം ഒരു നന്മക്ക് വേണ്ടി പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ അവരെ പിന്നെ ഒരു പ്രയാസപ്പെടുത്തണം എന്നുദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് നുണ പറയുക എന്നുള്ളതല്ല, മറിച്ച് അതിനാണ് തൗരീയത്ത് എന്നൊക്കെ പറയുന്ന ചില വാചകങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ആ കാര്യം തന്നെ, എൻ്റെ വാപ്പനോട് ഇജാണോ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ അങ്ങനെ പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
അല്ലേ? ഉം. അപ്പം ഞാനിപ്പോൾ അങ്ങനെ പറയുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏയ് ഓൻ പറഞ്ഞതല്ല. ഞാൻ എങ്ങനെ പറയാനാ? ഞാൻ അതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണേ തന്നെയല്ലല്ലോ. എൻ്റെ ഉമ്മാനോട് ഞാൻ വിളിച്ചിട്ടില്ല, വാപ്പാക്ക് വിളിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ വാപ്പാക്ക് വിളിച്ചതാണ്. ഏയ് ഞാൻ എൻ്റെ ഉമ്മാക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട് തന്നെയില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? അതിനെ മാറ്റുക. ഒറ്റയടിക്ക് ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കളവ് പറയുകയല്ല ചെയ്യേണ്ടത്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് പറയാൻ പറ്റിയത് അനുവദനീയമായ രൂപത്തിൽ കളവല്ല താനും. എന്നാൽ നമ്മൾ ഒരു പിടുത്തം കൊടുക്കാത്ത രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്താവുന്നതാണ് എന്നതേ ഉള്ളൂ. ഇൻഷാ അല്ലാ. ഓക്കെ, ജസാക്കല്ലാഹു ഖൈറ. അസ്സലാം. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, പെൺമക്കൾക്ക് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമില്ലെങ്കിൽ അവരുടെ സക്കാത്ത് പിതാവ് കടബാധ്യതനാണെങ്കിൽ നൽകാം എന്ന് ഉത്തരം ലഭിച്ചിരുന്നു. ഇതിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമുള്ള പെൺമക്കൾ ഏത് സാഹചര്യത്തിലാണ് എന്ന് വിശദീകരിക്കാമോ? അതോടൊപ്പം സക്കാത്ത് അർഹരായ കടബാധിതർ തന്നെ കൂടുതൽ വ്യക്തമായ വിശദീകരണം ലഭിച്ചാൽ ഉപകാരപ്പെടും. വീട് പണിയും മക്കളുടെ വിവാഹവും കച്ചവടത്തിനു വേണ്ടിയും കടം വാങ്ങിയവർ അർഹരായവരിൽ പെടുമോ? അതോടൊപ്പം ഭാര്യ പിതാവിന് സക്കാത്തിൻ്റെ വിഹിതം നൽകുന്നത് വിധി എന്താണ് എന്നുള്ളതെല്ലാമാണ് ചോദിച്ചിട്ടുള്ളത്. ഉണ്ട്. സക്കാത്തും അനന്തരാവകാശം മാതാപിതാക്കൾക്കുള്ള അവരുടെ ബാധ്യതയും എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോന്നോരോന്നാണ് ഇപ്പോൾ പറയേണ്ടത്. അപ്പോൾ ആദ്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കളെ നോക്കേണ്ടുന്ന ബാധ്യത ആൺമക്കളിൽ നിക്ഷിപ്തമാണ് എന്ന ഒരു തെറ്റിദ്ധാരണയാണ്. മാതാപിതാക്കളെ നോക്കുക എന്നത് ഓരോ മക്കൾക്കും, ആണിനും പെണ്ണിനുമൊക്കെ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് എന്ത് ചെയ്യണം? അവരുടെ മേൽ ബാധ്യതയായിട്ട് തന്നെ വരും. എന്നാൽ മാതാപിതാക്കൾ സാമ്പത്തികമായി അവരുടെ കാര്യങ്ങൾ നോക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ആർക്കും ഒരു ബാധ്യതയും വരുന്നുമില്ല. അങ്ങനെയാണ്. അപ്പം എൻ്റെ ഭാര്യ എന്നെക്കാളും വലിയ സമ്പത്തും കാര്യങ്ങളും അവർക്ക് വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ ഓൾക്ക് വരുമാനമൊക്കെ ഉണ്ടല്ലോ, ഓൾക്ക് ഇനി ഞാൻ കൊടുക്കണ്ട എന്ന് വിചാരിക്കാൻ പറ്റില്ല. പിന്നെ അവൾക്ക് എത്ര സമ്പാദ്യം ഉണ്ടെങ്കിലും അവൾക്ക് ഭക്ഷണം, അവൾക്കുള്ള വസ്ത്രം, അവൾക്കുള്ള പാർപ്പിടം, അവളുടെ ആരോഗ്യ പ്രശ്നങ്ങളിലുള്ള ചികിത്സാ കാര്യങ്ങൾ, അതെല്ലാം എൻ്റെ ബാധ്യതയാണ്. അവൾക്ക് ഉണ്ടോ ഇല്ലേ എന്നതല്ല. അവൾ സ്വയം എനിക്ക് വേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബാധ്യത എപ്പോഴും എന്തായി വരുന്നുണ്ട്? ബാധ്യതയായി വരുന്നുണ്ട്. അതേപോലെയല്ല മാതാപിതാക്കൾക്കുള്ള ബാധ്യത. അവർക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിലാണ് ആർക്ക് ബാധ്യത വരുന്നത്? മക്കൾക്ക് മാതാപിതാക്കളെ നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഭക്ഷണം, അവർക്കുള്ള പാർപ്പിടം, അതേപോലെ തന്നെ വസ്ത്രം, ഇത്തരം കാര്യങ്ങളൊക്കെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യത വരുന്നത് അവരുടെ അടുക്കൽ ഇല്ലാതിരിക്കുമ്പോഴാണ്. അവരുടെ അടുക്കൽ ഇഷ്ടം പോലെ ഉണ്ട്, എന്നാലും പിന്നെ മക്കൾ കൊടുക്കണമെന്നില്ല. ഭാര്യയാണെന്നുണ്ടെങ്കിൽ കൊടുക്കൽ നിർബന്ധമാണ്. അവർക്ക് എത്ര ഉണ്ടെങ്കിലും നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ് എന്നർത്ഥം. അതേപോലെ തന്നെയാണ് മക്കൾ അത്യാവശ്യം സാമ്പത്തിക ശേഷിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്, എന്നാലും വാപ്പ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതേപോലെ തന്നെ നല്ല സാമ്പത്തിക ശേഷിയുള്ള പെൺമക്കളുണ്ട്, ആൺമക്കൾക്കും സാമ്പത്തിക ശേഷിയുണ്ട്. മാതാപിതാക്കൾ സാമ്പത്തിക ഇല്ലാത്തവരാണ്, എന്നാൽ ആൺമക്കൾ നിങ്ങളാണ് നോക്കേണ്ടത്. അങ്ങനെ ഉണ്ടോ? ഇല്ല. ആൺമക്കൾക്കും പെൺമക്കൾക്കുമൊക്കെ അതിൻ്റെ ഇതുണ്ട്. അപ്പോൾ ചില പണ്ഡിതന്മാരൊക്കെ ആൺമക്കളുടെ പകുതി ബാധ്യതയാണ് പെൺമക്കൾക്കുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ അങ്ങനെ ഒരു ബാധ്യത ഇല്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ശരിക്കും ഓരോരുത്തർക്കും സാമ്പത്തികമായി എത്ര കണ്ട് ശേഷിയുണ്ടോ അതിനനുസരിച്ച് മാതാപിതാക്കളെ നോക്കേണ്ടുന്ന ഉത്തരവാദിത്തമാർക്കുണ്ട്. ഈ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്, ആൺമക്കൾക്കുമുണ്ട് പെൺമക്കൾക്കുമുണ്ട്. അപ്പോൾ പിന്നെ മാതാപിതാക്കൾ കടബാധിതരാണ് എങ്കിൽ, സാമ്പത്തികമായ ശേഷി ഈ പെൺമക്കൾക്കുണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യണം? അവരെ നോക്കണം. അവരുടെ കടം വീട്ടലും അവരുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഇതാക്കലൊക്കെ ഏതിൽപ്പെട്ടത് തന്നെയാണ്? ഈ മാതാപിതാക്കൾ. അപ്പോൾ പിന്നെ എന്ത് കൊടുക്കാൻ പറ്റില്ല? ഉപ്പക്ക് സക്കാത്ത് കടം വീട്ടാൻ വേണ്ടി കൊടുക്കാൻ പറ്റില്ല, മകൾ സാമ്പത്തിക ശേഷി ഉള്ളവളാണെങ്കിൽ. അല്ലേ? ഇതാണ് അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. പിന്നെ വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടി കടമെടുത്ത ആളുകൾ, അവരുടെ കടം വീട്ടാൻ, എല്ലാ കടം വീട്ടാനും സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. സക്കാത്തിന് അർഹരാകുന്ന കടബാധിതർ എന്ന് പറയുന്നത്
അവനവൻ്റെ അടുക്കലുള്ള സ്വത്ത് വിറ്റാലും വീട്ടാൻ കഴിയാത്ത കടബാധ്യതകൾ ഒരാളുടെ മേൽ ഉണ്ടെങ്കിൽ അവരാണ് സക്കാത്തിനർഹരായിട്ടുള്ള കടബാധിതർ. എൻ്റെ അടുക്കൽ അവിടെ 1 ഏക്കർ പറമ്പുണ്ട്, എനിക്ക് 10 ലക്ഷം റുപ്യ കടമുണ്ട്. ഈ പറമ്പ് വിറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1.5 കോടിയോ 2 കോടിയോ കിട്ടും എങ്കിൽ ഞാൻ 10 ലക്ഷം കടക്കാരനാണെന്ന് പറയാൻ പറ്റൂല. എങ്ങനെ ഞാൻ കടക്കാരനാകുക? ഈ പറമ്പൻ്റെ അടുക്കലില്ലേ, ഇത്രയും വലിയ സംഖ്യ എൻ്റെ അടുക്കലില്ലേ, ഞാനെങ്ങനെ സക്കാത്തിന് അർഹനായി മാറുക? അതിൽ നിന്ന് 10 സെൻറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ ഈ 10 ലക്ഷവും അതിലപ്പുറവും ആയില്ലേ? അതുകൊണ്ട് അത്തരം ആളുകളെ കടബാധിതരായി കൂട്ടാനേ പാടില്ല. മാക്സിമം അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റിയത് ഏത് മാത്രമേ ഉള്ളൂ, അവനവൻ താമസിക്കുന്ന ഒരു വീട്, അതിൻ്റെ ചുറ്റുപാടുള്ള ആ സ്ഥലം, അതായത് 2 സെൻറ്റ് 3 സെൻറ്റ് സ്ഥലം ഉണ്ടല്ലോ, അതിലേറെ ഒരാൾക്ക് ഉണ്ട് എങ്കിൽ അവനെ ആ ബാക്കിയുള്ളത് വിറ്റാൽ, ഒരു വീടും അതിൻ്റെ ചുറ്റുഭാഗമുള്ള 2-3 സെൻറ്റ് സ്ഥലവും കഴിച്ച് ബാക്കിയുള്ളത് വിറ്റാൽ അവൻ്റെ കടം വീടുമെങ്കിൽ അവൻ സക്കാത്തിനർഹനായിട്ടുള്ള കടബാധിതനേ അല്ല. ചില ആളുകളൊക്കെ ബിസിനസ്സിന് വേണ്ടി കടമെടുത്തിട്ടുണ്ടാവും, അവൻ്റെ ബിസിനസ് ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡള്ളായിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും, എന്നാലും അത് വിറ്റിട്ടുണ്ട് എങ്കിൽ ഈ കടവും അതിലധികവും വീട്ടാൻ കഴിയും. എന്നാലും എന്ത് ചെയ്യും? ഞാൻ കടബാധിതനാണ്, ബിസിനസ്സിന് വേണ്ടി എടുത്തതിൻ്റെ കടം പ്രയാസപ്പെടുന്നുണ്ട്, ബിസിനസ് നടക്കുന്നില്ല. ബിസിനസ് നടക്കുന്നില്ലെങ്കിൽ അതാണ്ട് വിറ്റിട്ടുണ്ടെങ്കിൽ ഇത് വീട്ടും ചെയ്യുക, അത് വിൽക്കൂല, എന്നിട്ട് കടബാധിതനാണ് എന്ന് പറഞ്ഞിട്ട് സക്കാത്തിന് അപേക്ഷിക്കും. അങ്ങനത്തെ ആളുകൾക്കൊന്നും സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. അത് വീട് വെക്കാൻ വേണ്ടിയാണെങ്കിലും, അതേപോലെ തന്നെ പെൺമക്കളെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും, ബിസിനസ്സിന് വേണ്ടിയാണെങ്കിലും, ഏതിനു വേണ്ടി എടുത്ത കടമാണെങ്കിലും ആ കടം അവനവൻ്റെ അടുക്കലുള്ള സ്വത്ത് വിറ്റാൽ അത് വീട്ടാൻ കഴിയുമെങ്കിൽ ആ ആൾ കടബാധിതനായി കണക്കാക്കപ്പെടില്ല. ഏത് കടബാധിതൻ? സക്കാത്തിന് അർഹതപ്പെട്ട കടബാധിതനായി കണക്കാക്കപ്പെടില്ല എന്നതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അലം. ഇതിൽ അവസാനമായി ചോദിച്ചത് ഭാര്യാപിതാവിന് സക്കാത്തിൻ്റെ വീതം. ഭാര്യാപിതാവിന് സക്കാത്തിൻ്റെ വീതം അദ്ദേഹം അർഹനാണെങ്കിൽ, സക്കാത്ത് വാങ്ങാൻ അർഹനായ ഒരു മനുഷ്യനാണെങ്കിൽ കൊടുക്കാം. അദ്ദേഹം ജോലിയില്ല, മക്കൾ അദ്ദേഹത്തെ നോക്കാൻ മാത്രം സാമ്പത്തിക ശേഷിയുള്ള മക്കളുമില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം, പ്രശ്നമില്ല. കാരണം ഭാര്യാപിതാവിനെ നോക്കേണ്ടുന്ന ഒരു ബാധ്യത മരുമക്കൾക്കില്ല. ഓക്കെ, ജസാക്കല്ലാഹു ഖൈറ. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, എനിക്കിപ്പോൾ കുറച്ചായി നമസ്കാരത്തിൽ ശ്രദ്ധയില്ല, സമയത്തിന് നമസ്കരിക്കുന്നില്ല, ചിലത് നഷ്ടപ്പെടുന്നു, നമസ്കാരത്തിൽ മടി തോന്നുന്നു. എനിക്ക് അങ്ങനെ ഒരു ജീവിതം ഇഷ്ടമില്ല. ഈ മടി പിടിച്ച ജീവിതം ഒന്ന് മാറ്റണം, അതിൽ നിന്നും എനിക്ക് തിരിച്ചു വരണം. അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം ഞാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണത്. അള്ളാഹു ആ ചോദിച്ച സുഹൃത്തിന് വേഗത്തിൽ ഈമാനികമായ ഒരു ആവേശമുണ്ടാക്കി നല്ല കാര്യങ്ങളിലേക്ക്, നമസ്കാരത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥ നൽകട്ടെ എന്ന് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില സാഹചര്യങ്ങളായിരിക്കും നേരത്തെ താല്പര്യമുള്ള ഒരാളുടെ താല്പര്യം നഷ്ടപ്പെടാൻ കാരണം. ആ സാഹചര്യം എന്ത് എന്ന് ആ ചോദിച്ച ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. ഏതാണ് എന്നെ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്നാകട്ടെ, നമസ്കാരത്തിലെ ശ്രദ്ധയിൽ നിന്നാകട്ടെ, എന്തിൽ നിന്നാണെങ്കിലും എന്നെ പുറകോട്ട് നയിക്കാനുള്ള കാരണം എന്താണെന്ന് അവനവൻ്റെ ജീവിതത്തിലെ ഒരു അവസ്ഥ വെച്ചുകൊണ്ടൊന്ന് ചിന്തിക്കുകയും ഒരു പഠനവിധേയമാക്കുകയും ചെയ്യണം. ആ സാഹചര്യം എന്താണെങ്കിലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം, മറികടക്കണം. അത് മറികടന്നാൽ മാത്രമേ നമസ്കാരത്തിലാകട്ടെ മറ്റു കാര്യങ്ങളിലാകട്ടെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. അതിന് എന്തൊക്കെ മാർഗങ്ങളാണ് എന്നത് നമുക്ക് എന്താണ് കാരണമെന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്, നമസ്കാരത്തിൻ്റെ ഗൗരവം എന്താണ് എന്ന് മനസ്സിലാക്കുക. നമസ്കാരം ഒഴിവാക്കിയാലുള്ള ശിക്ഷ എന്താണ് എന്ന്, ദുനിയാവിലും ആഖിറത്തിലുമുള്ള ശിക്ഷ. അല്ലേ? ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത്ത വത്തബഉ ശഹവാത്ത് ഫസൗഫ യൽഖൗന ഗയ്യാന. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. നല്ല മുഅ്മിനീങ്ങളുടെയും അതേപോലെ തന്നെ അമ്പിയാക്കളുടെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട്, നൂഹ് നബിയും അതേപോലെ തന്നെ ഇബ്രാഹിം നബിയും തുടങ്ങിയ പ്രവാചകന്മാരുടെ കുറേ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട്, ഇവരൊക്കെയാണ്
ഏറ്റവും ഉത്തമന്മാരായവർ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറയുന്ന ആയത്താണെന്ത്? ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫ്, അവർക്ക് ശേഷം ഒരു പിൻതലമുറ വന്നു. അവരുടെ ദോഷം ഒന്നാമത് പറഞ്ഞത് അളാഉസ്സലാത്ത് എന്നാണ്. നമസ്കാരം അവർ പാഴാക്കി കളഞ്ഞു. ഒത്തബഉ ഷഹവാത്ത്, ദേഹേച്ഛകളെ പിൻപറ്റി. അപ്പം നമസ്കാരം ഒഴിവാക്കുന്നത് അതോടുകൂടി ദേഹേച്ഛകൾ കടിമപ്പെടുന്ന ഒരവസ്ഥ വരുന്ന, ദേഹേച്ഛകൾ കടിമപ്പെട്ടാൽ നമസ്കാരം ഒഴിവാക്കുന്ന അവസ്ഥയും വരുമെന്ന് വിശുദ്ധ ഖുർആൻ്റെ ആയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇത്തരം സാഹചര്യം, എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഫസൗഫ യൽഖൗന ഗയ്യാന്ന്, അതിൻ്റെ ദോഷഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ദോഷഫലം നാളെ പരലോകത്ത് അനുഭവിക്കാതെ ഇവിടെ നിന്ന് തന്നെ അത് തിരുത്തിപ്പോകുന്ന ഇല്ലാമൻ താപവ ആമന, പിന്നെയാണ് എന്ത്? തൗബ ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറയുന്നത്. അതുകൊണ്ട് തൗബ ചെയ്യുക, നല്ല ഈമാൻ ഉണ്ടാക്കുക, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക. എന്താണോ നന്മയിൽ നിന്ന്, നമസ്കാരത്തിൽ നിന്നൊക്കെ പിന്താനുള്ള കാരണമായത് എന്നൊന്ന് ആലോചിക്കുകയും കണ്ടെത്തുകയും ആ സാഹചര്യം ഇല്ലാതാക്കി കളയുകയും ചെയ്യുക. ചിലർക്ക് മൊബൈലായിരിക്കും, ചിലർക്ക് ആ പുതുതായി വന്നിട്ടുള്ള കൂട്ടുകെട്ടായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങളുണ്ടാകും. ആ കാരണങ്ങൾ എന്ത് ചെയ്യണം? നശിപ്പിക്കണം, ഇല്ലാതാക്കണം. അതാണ് പ്രധാനമായിട്ടുള്ളത്. വല്ലാഹു ആലം. ഓക്കെ, ജസാക്കല്ലാഹു ഖൈറൻ. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, മഹറമില്ലാതെ ദീൻ പഠിക്കാൻ ദൂരയാത്ര ഒരു സ്ത്രീക്ക് പറ്റുമോ എന്നുള്ളതാണ്. ദീൻ പഠിക്കാൻ വേണ്ടി മഹറമില്ലാതെ ദൂരയാത്ര നടത്താൻ പറ്റില്ല. ഒരു കാര്യത്തിന് വേണ്ടിയും മഹറമില്ലാതെ ദൂരയാത്ര നടത്താൻ പറ്റില്ല. അതിൽ ആകെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഒരാളുടെ നിർബന്ധ ബാധ്യതയായ ഹജ്ജിൻ്റെയും ഉംറയുടെയും കാര്യത്തിൽ ചില പണ്ഡിതന്മാരൊക്കെ ഇളവ് അനുവദിച്ചതായിട്ട് കാണാൻ കഴിയും. എന്നാൽ അതല്ലാത്ത കാര്യത്തിന് മറ്റുള്ളവരും ഇളവ് അനുവദിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് മഹ്റമോട് കൂടിയിട്ട് തന്നെയായിരിക്കണം ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യാത്ര ചെയ്യേണ്ടത്. അറിവ് പഠിക്കാൻ വേണ്ടി ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയാൻ, ദീനീ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാനുള്ള അവസരങ്ങളുണ്ട്. അതല്ലാത്ത ദുനിയാവിൻ്റെ അറിവുകളാണ് എങ്കിൽ അങ്ങനെയൊക്കെ ഹറാമ് ചെയ്തിട്ട് പോയി പഠിക്കേണ്ടുന്ന ഒരവസ്ഥ മുസ്ലിം സ്ത്രീകൾക്ക് ഇന്ന് മുസ്ലിം സമൂഹത്തിന് അങ്ങനത്തെ ഒരു സമൂഹത്തിൻ്റെ ആവശ്യമില്ല എന്നത് തന്നെയാണ്. അതായത് ആ ഒരു പെണ്ണ് പഠിച്ചാലേ മുസ്ലിം സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുള്ളൂ എങ്കിൽ നമ്മൾ ആ കാര്യത്തിലൊക്കെയാണ് ചിന്തിക്കുന്നത്. അങ്ങനത്തെ ഒരു ആവശ്യമില്ലല്ലോ, അവനവൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അത് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടാവുന്ന അറിവുകൾ എന്ത് ചെയ്യുക? അത് നേടാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ്. അല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ പാടില്ല. അല്ലാഹു അലം. ഓക്കെ, ജസാക്കല്ലാഹു ഖൈറൻ. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, എൻ്റെ കസിൻ സിസ്റ്റർ അവളുടെ വിവാഹത്തിന് മുമ്പായി ഹൽദിയും ഹോളിയും പോലുള്ള ആഘോഷങ്ങൾ നടത്താൻ പോകുന്നു. ഇതൊന്നും നമുക്ക് യോജിച്ച പരിപാടിയല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ അത്തരം ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്, കസിൻസൊക്കെ ഒത്തുചേരാനും ഗെയിമുകളൊക്കെ കളിക്കാനുമുള്ള ഒരു അവസരം മാത്രമാണ്. എന്നാൽ എല്ലാവരും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വരാനാണ് പ്ലാൻ. ഇതാണ് മഞ്ഞ കല്യാണം എന്ന് പറയുന്നത്. അതെ, ശരിക്കും നടക്കുന്ന ഹൽദിയും ഹോളിയും പരിപാടിയല്ല. ഇതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമോ? വെറുതെ കളികളൊക്കെയായി ഉല്ലാസത്തിൽ ഏർപ്പെടാമോ? അതോ വിട്ടു നിൽക്കുകയാണ് ഞാൻ വേണ്ടത് എന്ന്? പൂർണ്ണമായും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. കാരണം സമൂഹത്തിൽ ഉണ്ടാക്കപ്പെട്ട ദുരാചാരങ്ങളിൽപ്പെട്ടതാണിത്. ഇതൊരു നാട്ടാചാരമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ആണും പെണ്ണും കൂടിക്കലരലും അതേപോലെ തന്നെ കുറേ ആഭാസങ്ങളും സമൂഹത്തിൽ ഒരുപാട് തിന്മകളും ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഒന്നാണ് ഇത്തരം പുതുതായി നിർമ്മിക്കപ്പെട്ട സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അതിൽ ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിനിന്, ഒരു മുവഹിദിന് ജീവിതത്തിൽ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു മുത്തഖിയായ മനുഷ്യൻ ഒരിക്കലും പങ്കെടുക്കാൻ പാടില്ല. അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. അല്ലാഹു അലം. ജസാക്കല്ലാഹു ഖൈറൻ. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, കൈക്കൂലി ആവശ്യപ്പെടാതെ തന്നെ കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നുള്ള? ആവശ്യപ്പെടാതെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വാങ്ങണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ ആവശ്യപ്പെടാതെ കൊടുത്താലും വാങ്ങൂല. അപ്പോൾ അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? അത് ചോദിക്കൂല, കിട്ടാനുള്ള വഴികളൊക്കെ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ നാട്ടിലും മതത്തിലും, അതായത് ഈ രാജ്യത്തിൻ്റെ നിയമപ്രകാരവും ഇസ്ലാമിക ദീനിൻ്റെ
നിയമപ്രകാരവും ഹറാമായ ഒരു കാര്യമാണെന്ത്? കൈക്കൂലി, റിഷ്വ. ഉം. അത് ദീനിലും ഹറാമാണ്. അതുകൊണ്ട് അവൾ ചോദിച്ചാൽ കൊടുക്കുക എന്നതല്ലല്ലോ റിഷ്വ എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു ഡെഫിനിഷൻ എന്ത് ചെയ്തിട്ടില്ല, ആവശ്യപ്പെടണ്ട, ആഗ്രഹിച്ചാലും മതി. ആഗ്രഹിക്കാത്ത ഒരാൾ അത് എങ്ങനെ കൊടുത്താലും വാങ്ങൂല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യം മതത്തിലും തെറ്റാണ്, രാജ്യത്തിൻ്റെ നിയമപ്രകാരവും തെറ്റാണ്, രണ്ടായാലും കുറ്റകരവുമാണ് എന്നർത്ഥം. അതുകൊണ്ട് പാടില്ലാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തിനുള്ള ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യണതിനുള്ള കൂലി കിട്ടുന്നുണ്ട്. നമുക്ക് ന്യായമായി അവകാശപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ പണം കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യണം, അത് അദ്ദേഹം ചെയ്തു തരണം. നമുക്ക് ന്യായമായി അവകാശപ്പെടാത്ത ഒരു കാര്യമാണെങ്കിൽ, അവകാശമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ എത്ര കൊടുത്താലും അദ്ദേഹം അത് ചെയ്യാനും പാടില്ല. അങ്ങനെ അദ്ദേഹം നമുക്ക് അനർഹമായിട്ട് വല്ലതും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്തോ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ചോദിച്ചിട്ടില്ല എങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. വളരെ ഗൗരവം തന്നെയാണ് എന്നർത്ഥം. ഓക്കെ, ജസാക്കല്ലാഹു ഖൈറ. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ളവയിൽ മൊബൈൽ അടക്കമുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിച്ചാൽ ഡിസ്കൗണ്ട് ലഭിക്കും. ഇതിൻ്റെ വിധി എന്താണെന്നുള്ളത്. അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ വരും. ചില പേയ്മെൻറ്റുകളൊക്കെ ഈ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിൽ അത് ഉപയോഗിക്കാമെന്നല്ലാതെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി അത് ഉപയോഗിക്കാതിരിക്കണം, അത് ഉപയോഗിക്കരുത്. കാരണം അതൊരു പലിശയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒന്നാണ്. പലിശ സ്ഥാപനത്തിൽ സാധാരണ നമ്മുടെ ഒരു ATM കാർഡ് പോലെയല്ല ക്രെഡിറ്റ് കാർഡ്. ATM കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് നമ്മളവിടെ ഇട്ട കാശ് എടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് അല്ലേ. എന്നാൽ ക്രെഡിറ്റ് കാർഡ് അതിനു വേണ്ടിയല്ല. ക്രെഡിറ്റ് കാർഡ് ശരിക്കും നമുക്ക് ഇല്ലാത്ത കാര്യം, നമ്മുടെ അക്കൗണ്ടിൽ കാശില്ലെങ്കിലും ബാങ്ക് നമുക്ക് കടം തരികയാണ്. ആ കടത്തിന് സമയത്തിന് നമ്മൾ അടച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പലിശ അങ്ങോട്ട് തരാമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പലിശ വ്യവസ്ഥയിൽ ഉള്ള ഒരു ഇടപാട്, ആ ഇടപാടിന് വേണ്ടി ഉപയോഗിക്കുന്ന കാർഡ് അല്ലെങ്കിൽ അത്തരം കാര്യത്തിന് നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, ആ ആനുകൂല്യങ്ങളും എന്തായി മാറും, പലിശയായി മാറും. അതുകൊണ്ട് ആ കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ നിർബന്ധിത സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സാഹചര്യങ്ങൾ മറികടക്കാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒരു ആനുകൂല്യം പറ്റാനുള്ള ഒന്നായിട്ട് ഈ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, എൻ്റെ ഭാര്യയ്ക്ക് 15 പവൻ സ്വർണമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൻ്റെ സക്കാത്ത് കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അതിൽ നിന്നൊരു 5 പവൻ എനിക്ക് നൽകാൻ പറ്റുമോ എന്നുള്ളതാണ്. അതാണ് ഹീലത്തുൽ റിബ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ സക്കാത്ത് ഹീലത്തുൽ റിബയല്ല, സക്കാത്ത് കൊടുക്കാതിരിക്കാനുള്ള ഹീലത്ത്. പണ്ട് മുതലേ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന ഒരു രൂപമാണിത്. എങ്ങനെയാണ്, ഒരു മനുഷ്യന് സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള എന്തുണ്ട്, പണമുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, ആ വസ്തു സക്കാത്ത് കൊടുക്കാനുള്ള സമയം ഇനിയിപ്പോൾ അടുത്ത റമദാനിലാണ് ആകുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു മാസം മുന്നേ അത് വേറൊരു വസ്തു ഉണ്ടാക്കി മാറ്റുക. അപ്പോൾ പിന്നെ അതിൻ്റെ സക്കാത്ത് മാറി. അതുകൊണ്ടൊരു സ്ഥലം വാങ്ങി. അപ്പോൾ ഒരു 50 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിച്ചോ. ഒരു 50 ലക്ഷം രൂപ ഉള്ള ഒരു 50 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ആ 50 ലക്ഷം രൂപക്ക് അദ്ദേഹം സ്ഥലം വാങ്ങി. അപ്പോൾ പിന്നെ സ്ഥലത്തിന് സക്കാത്തില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സക്കാത്ത് ഒഴിവായി കിട്ടി. ഹൗല് തഴഞ്ഞിട്ടില്ലല്ലോ, വർഷം തഴഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് സക്കാത്ത് കൊടുക്കണ്ട. പിന്നെ എന്തിനാപ്പോൾ ഈ സ്ഥലം? അദ്ദേഹത്തിന് 50 ലക്ഷം ഉണ്ടെങ്കിലല്ലേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അതുകൊണ്ട് ഒരു മാസം കൂടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇത് വിറ്റു. അപ്പോൾ പിന്നെ പുതിയ പൈസയായി. പുതിയ പൈസക്ക് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എത്ര ആവണം, ഒരു വർഷം തികയണം. ഇത് ഒരു ഇതാണ്. അതേപോലെ തന്നെയാണ് കാലിക്കച്ചവടത്തിൽ എന്ത് ചെയ്യും, എൻ്റെ 100 ആടുകളുണ്ട്, എൻ്റെ ഒരു 100 ആടുകളുണ്ട് എന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു 150 ആടുകളുണ്ട്.
എന്ന് കരുതുക. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടുമ്പോൾ 250 ആടുകളായി. 250 ആടുകൾക്ക് എന്ത് ചെയ്യണം? ഇത്ര ഒരു സക്കാത്ത് കൊടുക്കണം എന്നൊരു കണക്കുണ്ട്. എന്നാൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടുകയാണെങ്കിലോ, അപ്പോൾ എണ്ണം കുറവ് കൊടുത്താൽ മതി. ഇവിടെ 3 കൊടുക്കേണ്ടടുത്ത് മറ്റടുത്ത് 2 കൊടുത്താൽ മതിയാവും. ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും? തൽക്കാലത്തേക്ക് രണ്ടാളതും കൂടി ഒരുമിച്ച് കൂട്ടും. ചിലപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താലായിരിക്കും എന്ത് ചെയ്യുക? ഒഴിവായി കിട്ടുക. ഉദാഹരണം, നിനക്ക് ഒരു 25 ആടുണ്ട്, എൻ്റെ ഒരു 25 ആടുമുണ്ട്. എന്ത് ചെയ്യുക? 50 ആടുകൾ. ഈ 50 ആടുകളും കൂടി ഒരുമിച്ച് ഒന്നിച്ച് വളർന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഒരാൾ നോക്കി അങ്ങനെ നടത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന് സക്കാത്ത് കൊടുക്കണം. ഒരു ആടിനെ സക്കാത്ത് കൊടുക്കണം. ശരി, സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ എൻ്റെ ഒരു 50 കണ്ട് 25 കണ്ട് മാറ്റി, നിങ്ങൾ 25 മാറ്റി. അപ്പോൾ 40 ആടുണ്ടെങ്കിൽ ഒരു ആടിൻ്റെ സക്കാത്ത് കൊടുക്കണ്ടുള്ളൂ. അപ്പോൾ ഇയും കൊടുക്കണ്ട, ഞാനും കൊടുക്കണ്ട. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. ചിലപ്പം കൂട്ടിയാലായിരിക്കും ലാഭം, ചിലപ്പം സ്പ്ലിറ്റ് ചെയ്താലായിരിക്കും ലാഭം. ഇതൊക്കെ പണ്ട് മുതലേ ആളുകൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇതൊന്നും ഒരിക്കലും അള്ളാനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. ഭാര്യ എന്ത് ചെയ്യാണ്? സംഗതി കുളത്തുനിന്ന് പോയാൽ വലയിൽ, വലയിൽ നിന്ന് പോയാൽ കുളത്തിൽ എന്ന് പറയുന്ന ഒരു രൂപമുണ്ടല്ലോ. ഭാര്യ നിങ്ങൾക്ക് തന്നു, നിങ്ങൾ ഭാര്യയ്ക്ക് അങ്ങോട്ട് കൊടുത്തു, സംഗതി രണ്ടും ഒന്നുപോലെ തന്നെ. ഈ രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല. ഒരിക്കലും ആ ഭാര്യ ഭർത്താവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ എനിക്കൊരവകാശം ഉണ്ടാവില്ല എന്ന നിലക്ക് കൊടുക്കില്ല. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കാം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ കൊടുക്കുന്നത്. തൽക്കാലം സക്കാത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിനിപ്പോൾ സക്കാത്ത് കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ കാശില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. കാശില്ലെങ്കിൽ എന്തായിരുന്നൊരു 1 ഗ്രാമോ അല്ലെങ്കിൽ 2 ഗ്രാമോ കൊണ്ട് വിറ്റാൽ കാശ് കിട്ടൂലേ? 15 പവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് ഒരു 10 ലക്ഷം രൂപൻ്റെ അതിലേറെ ഒരു 15 ലക്ഷം 12 13 ലക്ഷം രൂപയോളമായി ഇന്നത്തെ ഒരു കണക്ക് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ. ഈ 13 ലക്ഷം രൂപക്ക് എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? 10 ലക്ഷത്തിന് തന്നെ 25,000 രൂപ കൊടുക്കണം. ശരിക്കും അതിൽ നിന്ന് ഒരു 2 ഗ്രാമോ 3 ഗ്രാമോ വിറ്റിട്ടുണ്ടെങ്കിൽ ആ സക്കാത്ത് കൊടുക്കാനുള്ളതുണ്ടായി. അല്ലെങ്കിൽ വിൽക്കണ്ട, ഒരു പാവപ്പെട്ട ആൾക്ക്, സക്കാത്തിന് അർഹമായ ഒരാൾക്ക് ഒരു 3 ഗ്രാം കൊടുത്തിട്ടുണ്ടെങ്കിൽ സക്കാത്തായില്ലേ? അപ്പോൾ അത് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും, ഒരു പക്ഷേ നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുള്ള ആളുകൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ഞാൻ അവരെ വെച്ചുകൊണ്ടല്ല ഈ പറയുന്നത്. അങ്ങനെ മാനസികമായിട്ടൊരു പ്രയാസം പെടരുത്. മറിച്ച് സാധാരണ ജനങ്ങൾ ചെയ്യുന്ന ഒരു രൂപമാണ് എന്ന നിലക്കാണ് ഞാനിത് പറയുന്നത്. ഒരിക്കലും ചോദ്യകർത്താവ് ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നല്ല അതിനർത്ഥം. അങ്ങനത്തെ ഒരു ഹീലത്തുകൾ, ഒരു കുതന്ത്രങ്ങൾ പ്രയോഗിക്കുക എന്ന് പറയുന്നത് മുമ്പേ ഉള്ളതാണ്. അങ്ങനത്തെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവരായി നമ്മൾ മാറരുത് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. വല്ലാഹു അലം. ഓക്കെ, ജസാക്കല്ലാഹു ഖൈറ. നമ്മുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. അവസാനം 1-2 ചോദ്യം കൂടി. വിശുദ്ധ ഖുർആൻ, ബുഖാരി, മുസ്ലിം എന്നിവയുടെ പരിഭാഷ തെളിവായി സ്വീകരിക്കാൻ പറ്റുമോ? സാധാരണക്കാരൻ ഇവ വായിച്ച് മനസ്സിലാക്കിയാണ് സൽക്കർമ്മങ്ങൾ ചെയ്യാറുള്ളത്. ചിലർ പറയുന്നു ഇത് തെളിവായി സ്വീകരിക്കാൻ പാടില്ല എന്ന്. ഒന്ന് വ്യക്തമാക്കാമോ എന്ന്? എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കണില്ല. തെളിവായി സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഖുർആൻ പറയുന്നത് എന്ന് ഖുർആനിൻ്റെ ഒരു പരിഭാഷ നോക്കിയിട്ട് ആ ഖുർആനിൻ്റെ ആശയം പറയുകയാണെങ്കിൽ അത് തെളിവ് തന്നെയാണ്. ഖുർആൻ്റെ ആ അറബി വാക്കുകൾ മാത്രമാണ് തെളിവെന്നല്ല. ഖുർആനിൻ്റെ മഹത്വവും കാര്യങ്ങളുമൊക്കെ ആ അറബി ലിപിക്കും അറബി പദത്തിനും തന്നെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പരിഭാഷയ്ക്ക് വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ജീവിതത്തിൽ തെളിവാക്കാൻ പരിഭാഷ തന്നെയാണ്. ഹദീസുകളും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കും, ഖുർആൻ ആയത്ത് ഓതി കൊടുത്തു, അതെ ഇതാണ് ഖുർആൻ ആയത്ത്, ഇന്നതാണ് അതിന് തെളിവ് എന്ന് പറഞ്ഞു. അള്ളാഹു ഏകനാണ്, എന്താ കാരണം? ഖുൽ ഹു അല്ലാഹു അഹദ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. ഖുൽ ഹു അല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ പറയുക അള്ളാഹു ഏകനാകുന്നു എന്ന് അയാൾക്കതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അയാൾക്ക് അതിൻ്റെ അർത്ഥമാണ് ഗുണകരമാകുന്നത്. പ്രാവർത്തിക രംഗത്ത് ആവശ്യമുള്ളത് എന്താ? അതിൻ്റെ പരിഭാഷയാണ്. എന്നാൽ ഖുർആനിൻ്റെ ആയത്ത് എന്ന നിലക്ക് അതിന് മഹത്വം ഉള്ളത് ഏതിനാണ്? അത് മുഅ്ജിസത്തും അതേപോലെ തന്നെ മഹത്വമൊക്കെ ഉള്ളത് ഖുർആനിൻ്റെ
ആ പദങ്ങൾക്ക് തന്നെയാണ്. അത്രേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് അത് തെളിവ് തന്നെയാണ് അതിൻ്റെ പരിഭാഷകൾ. അല്ലാഹു അലം. ജസാക്കല്ലാഹു ഖൈറ. യാക്ക്. അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഉം. ഒരു ശ്രോതാവ് അലിജാബ കേട്ടതിന് ശേഷമുള്ള ഒരു വസ്വാസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉത്തരം കേട്ടതിന് ശേഷം ചോദിച്ചതാണ്. ഉം. ഒരുപക്ഷെ വസ്വാസാകാം. എന്നാൽ ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് പന്നിയിറച്ചി അധികം വിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുവാൻ പേടി തോന്നുന്നു. ഈ സമയത്ത് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഹോട്ടലിൽ പന്നിയുടെ കൊഴുപ്പ് ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ തോന്നുന്നു. ഇതുപോലുള്ള അവസ്ഥയിൽ ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കണം? എൻ്റെ ആ തോന്നൽ പിശാചിൻ്റെ കുഴപ്പം ഇളക്കി വിടാനുള്ള പ്ലാനിങ് ആണെന്ന് എനിക്ക് പേടിയുണ്ട്. നേരിട്ട് ആരോട് ചോദിക്കാനും അവസരം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതൊരു പിശാചിൻ്റെ കുഴപ്പം വിളക്കിടാനുള്ള പ്ലാനിംഗ് ഒന്നുമല്ല. നമ്മൾക്ക് വിശ്വാസമുള്ള സ്ഥലത്ത് നിന്ന് മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അഥവാ മാംസാഹാരം നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. സാധാരണ നിലക്ക് നമുക്ക് മാംസാഹാരം കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അറുത്ത ഭക്ഷണമായിരിക്കും അവിടെ ഉണ്ടാകുക, ഹോട്ടലുകളിൽ ഉണ്ടാകുക എന്ന് നമുക്ക് തോന്നുന്ന സ്ഥലങ്ങളിൽ നിന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, മാംസാഹാരം നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അല്ലാത്തടത്ത് നമുക്ക് എന്ത് ചെയ്യാം, വെജിറ്റേറിയൻ ഉപയോഗിക്കാം. പിന്നെ പന്നി മാംസം നിങ്ങൾ ചേർക്കാറുണ്ടോ? പന്നിയുടെ നെയ്യ് ചേർക്കാറുണ്ടോ? പന്നിയുടെ നെയ്യ് നേരിട്ട് ആരും ഭക്ഷണത്തിൽ ചേർക്കൂല. പിന്നെ പന്നി നെയ്യിൽ നിന്ന്, അതിൻ്റെ കൊഴുപ്പിൽ നിന്നും അതിൻ്റെ എല്ലിൽ നിന്നുമൊക്കെ ഉണ്ടാക്കുന്ന ചില വസ്തുക്കളൊക്കെ ഉണ്ട്. അത് 4ഉം 5ഉം തവണയൊക്കെ മാറ്റി മാറ്റി അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ അനുവദനീയമാണോ അല്ലേ എന്നുള്ള കാര്യത്തിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള, ഇപ്പോൾ ജലാറ്റിൻ പോലുള്ള വസ്തുക്കളൊക്കെ നേർക്ക് നേരെ പന്നി കൊഴുപ്പിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കൊന്നുമല്ല. അത് പിന്നെ പന്നിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മൃഗക്കൊഴുപ്പിൽ നിന്ന് പൊതുവെ എടുക്കുന്ന ഉണ്ട്. എല്ലാ പന്നി മാത്രമല്ലല്ലോ മൃഗം എന്ന് പറഞ്ഞാൽ, ജാമൂസും അതേപോലെ തന്നെ പശുവും ഇതൊക്കെ പിന്നെ മൃഗങ്ങൾ തന്നെയുള്ളൂ. അതിൻ്റെയൊക്കെ എല്ലുകളിൽ നിന്ന് അതേപോലെ തന്നെ കൊഴുപ്പുകളിൽ നിന്നൊക്കെ എടുക്കുന്നതുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എടുക്കുന്ന അത് വെറും ഒരുപാട് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് 1ഉം 2ഉം 3ഉം 4ഉം അല്ല, 5ലേറെ പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജലാറ്റിനായി മാറുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ വസ്തു തന്നെ അല്ലാതായി മാറിയത്, പന്നി കൊഴുപ്പ് തന്നെ അല്ലാതെയായി മാറി ആണെങ്കിൽ തന്നെ. അപ്പോൾ അത് കഴിക്കാൻ പറ്റുമോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അതല്ലാത്ത ബാക്കിയൊന്നും ഏതായാലും എന്ത് ചെയ്യില്ല, പന്നിക്കൊഴുപ്പ് എടുത്തുകൊണ്ട് നേരെ കറിയിലൊഴിക്കുകയോ അല്ലെങ്കിൽ ബിരിയാണിയിലൊഴിക്കുകയോ ഒന്നും ചെയ്യൂല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു പ്രശ്നമല്ല. പക്ഷേ നമ്മൾ മാംസാഹാരമായിട്ട് കഴിക്കുന്നത് എന്തായിരിക്കണം? നമുക്ക് വെജിറ്റേറിയൻ ഉപയോഗിക്കാം, മത്സ്യങ്ങൾ ഉപയോഗിക്കാം, അതല്ലാത്ത കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മതിയല്ലോ. അല്ലാഹു അലം. ഓക്കെ, ഏതായാലും കുറേ ചോദ്യങ്ങൾക്ക് അൽഹംദുലില്ലാഹ് നമ്മൾ ദൂരീകരണം നൽകി. ഈ ശ്രോതാക്കളോട് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ സംശയങ്ങൾ നിങ്ങൾക്ക് പീസ് റേഡിയോ ആപ്പിലൂടെ നേരിട്ട് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും രാത്രി 7:00 നടക്കുന്ന ലൈവ് അൽ ഇജാബയിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാവുന്നതുമാണ്. ഇത്തരം സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു അൽ ഇജാബയിൽ വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.